എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ബേസിക് എംബ്രോയിഡറിയിൽ ഒരു 5 ടൈപ്പ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ബാക്ക് സ്റ്റിച്ചിന്റെ ഒരു 2 വേരിയന്റ് ആണ് ഞാൻ കാണിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് വേറെ 2 സ്റ്റിച്ചിങ് ആക്കി മാറ്റുന്ന ഒരു സ്റ്റിച്ചിങ്ങുകളാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, ബേസിക് ബാക്ക് സ്റ്റിച്ച് അറിയാത്തവര് ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബേസിക് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ. അത് നിങ്ങൾ കാണുക. അതിലൊരു 12 ടൈപ്പ് സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എംബ്രോയിഡറി ചെയ്യുന്ന നൂല് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ആങ്കർ ത്രെഡ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ആങ്കർ ത്രെഡിൽ നമുക്ക് 2 തരത്തിലുള്ള ത്രെഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതുപോലെ തയ്ച്ചു പോകുക. വളരെ എളുപ്പമാണ് ബേസിക് ആയിട്ടുള്ള ഈ ബാക്ക് സ്റ്റിച്ച്. ആങ്കർ ത്രെഡ് ആകുമ്പോൾ നമുക്ക് ത്രെഡ് കളർ പോവില്ല ഒരിക്കലും. ഫാസ്റ്റ് കളറിലുള്ള ആങ്കർ ത്രെഡ് വാങ്ങിക്കുക. നമുക്ക് സാധാരണ ഇതിന് ഒരു 10 രൂപ മുതൽ റോളായിട്ടുള്ള, ഇപ്പം ഞാനിതിൽ ഈ കാണിച്ച ഈ ത്രെഡിന് കുറച്ച് വില കൂടുതലാണ്, 30 രൂപയാണ്. അപ്പോൾ ഇതിന് നോക്കുക, ഇത് നമ്മൾ വിപ്ഡ് സ്റ്റിച്ച് എന്നുള്ള ഒരു സ്റ്റിച്ചിലേക്ക് ഇതിനെ മാറ്റുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് നോക്കുക, നമ്മൾ വേറൊരു കളർ നൂലെടുത്ത് കണ്ടു. ആദ്യത്തെ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തി നമ്മൾ രണ്ടാമതും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. അപ്പോൾ നമുക്കൊരു കയറ് പിരിച്ച പോലെയുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് കിട്ടുക. ഇതൊക്കെ നമുക്ക് ബോർഡറുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റിച്ചുകളൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ബോർഡർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്ക് എന്നല്ല, നമുക്ക് ഇത് എന്തിനും ഉപയോഗിക്കാവുന്ന ഇത് വേണം. കാരണം ഹാൻഡിക്രാഫ്റ്റ് ടൈപ്പിലുള്ള പല കാര്യങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ വിപ്ഡ് സ്റ്റിച്ച്. അടുത്തത് നോക്കുക, ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൽ തന്നെ ചെയ്യുന്ന വേറൊരു സ്റ്റിച്ചാണ് കാണിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക, എൻ്റെ 2 കയ്യും നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പം ഞാനിത് ഒരു സ്റ്റാൻഡിലാണ് ഈ ഫ്രെയിം ഉറപ്പിച്ചിട്ടുള്ളത്, എംബ്രോയിഡറി ഫ്രെയിം. അപ്പം നിങ്ങൾക്കിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്ക് ആവശ്യക്കാർ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടില്ല. നോക്കുക, നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കുക, നമ്മൾ വേറൊരു കളർ നൂലിട്ടിട്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. നമ്മൾ ആദ്യം തുടങ്ങിയ അതേ പൊസിഷൻ തന്നെ കൊണ്ടുവരിക. ഒരു തുക ഉണ്ട്, നമ്മൾ രണ്ടാമത്തെ ആ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക. രണ്ടാമത്തെ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് തിരിച്ച് അതിനെ ഒന്നാമത്തെ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി ആ നൂലിന്റെ മുകളിൽ കൂടെ കൊണ്ടുപോകുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട പണി ഇത്ര ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ഇതുപോലെ എടുക്കുക. ഒന്നര വിട്ട സ്റ്റിച്ച് കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അത് എടുത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു വേറൊരു മോഡൽ സ്റ്റിച്ചായി മാറും. ഇതൊരു ചൈനീസ് എംബ്രോയിഡറി സ്റ്റിച്ചാണത്. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിൽ പേരുകൾ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഇതിൽ പലതരത്തിലുള്ള സ്റ്റിച്ചിങ്ങുകൾ നമുക്ക് ചെയ്ത് ഉണ്ടാക്കാം. എത്ര കണക്കിന് വേണമെങ്കിലും നമുക്കിതിൽ മോഡലുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ടില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ചെയ്തു പോയാൽ മതി. ഇപ്പോൾ 2 കൈ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല നല്ല ഡിസൈനുകൾ, നമുക്ക് നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫ്രെയിം ഉറപ്പിക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നെക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായി കാണുന്നവർ ശ്രദ്ധിക്കുക, ബേസിക് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഇതിൻ്റെ ബാക്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഇടുന്നുണ്ട്.
അതുപോലെ തന്നെ ബേസിക് എംബ്രോയിഡറി 12 സ്റ്റിച്ചിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ലാസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് സ്റ്റിച്ചിങ് ഓൾറെഡി കഴിഞ്ഞു നമ്മുടെ. ഇനി നോക്കാം, നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സ്റ്റിച്ചാണ്. പലരും ബട്ടൺ ഹോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എംബ്രോയിഡറി രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇതാണ്, ഇതേ രീതിയിലാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇതും നമുക്ക് ഒരുപാട് എംബ്രോയിഡറി ഡിസൈനിൽ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അപ്പോൾ ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു 2 ലൈൻ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തിട്ടാൽ മതി നിങ്ങൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഇവിടുന്ന് എടുത്ത സ്റ്റിച്ചിയുടെ ആ സൂചിയുടെ അടി കൂടെ മറ്റേ നൂല് കൊണ്ടുവരണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ ഇത്രയാണ് പണിയുള്ളൂ. ഇതേ സെയിം സംഭവത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബട്ടൺ ഹോൾ നമ്മൾ തയ്ക്കണത് ഇതേ രീതിയിൽ തന്നെയാണ്. ഇതൊക്കെ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചുകളാണ്. ഫ്രെയിമിൽ തുണി ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്ന സംഭവം. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്ന പോലെ ട്രൈ ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നോക്കുക, ഇത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഞാൻ ഈ ലീഫ് ഷേപ്പിൽ ചെയ്തിട്ടുള്ളത്. ചെയ്യണത് നോക്കുക, വളരെ ഈസിയാണ്. ഏറ്റവും ആദ്യം ഒരു ലീഫിന്റെ ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം ഈ തലയ്ക്കിന് തുടങ്ങിയിട്ട് ലീഫിന്റെ നേരെ സെന്ററിൽ നടുഭാഗത്തായിട്ട് ഇത് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ തയ്ക്കുക. ഈ ഒരു നൂല് എങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നോക്കുക ഞാൻ എന്താ ചെയ്യണതെന്ന്. ഇത് കണ്ടു, ഈ സൈഡിൽ നടുക്കുന്ന തന്നെ ഈ സൈഡിലേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇത് കൊണ്ടുപോവുക. എന്നിട്ട് നോക്കുക, നമ്മൾ ആദ്യം തുടങ്ങിയതിന്റെ നൂലിന്റെ തൊട്ട് അപ്പുറത്ത് നടക്കുക. അവിടുന്ന് നമ്മൾ താഴ്ത്തിയതിന് ശേഷം അതിന്റെ തൊട്ടിപ്പുറത്ത് കൂടെ ആദ്യം നമ്മൾ ഫസ്റ്റ് പോയിന്റിന്റെ തൊട്ടിപ്പുറത്ത് കൂടി എടുക്കുക. ഇത് നേരെ അപ്പുറത്തേക്ക് ഇനി സെന്ററിന്റെ തന്നെ മറ്റേ സൈഡിലേക്ക് വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആണ് ഈ സ്റ്റിച്ചിങ് പോണത്. അപ്പൊ ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടുന്ന് എടുത്തു, ഇനി നമ്മൾ അവിടെ ആദ്യം ഇറക്കി. അതിനുശേഷം നമ്മൾ ആദ്യം കുത്തിയതിന്റെ ഇപ്പുറത്ത്, നേരത്തെ കുത്തിയതിന്റെ തൊട്ട് ഇപ്പുറത്ത് കൂടെ അതെടുക്കുക. എന്നിട്ട് തിരിച്ച് അങ്ങേ തലകിലേക്ക് കൊണ്ടുപോവുക. കണ്ടു, ഇത്രയാണ് ഈ സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പൊ ഇനി ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് ആ ലീഫ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇത് വരിക. അപ്പൊ ഇത് ഞാൻ വണ്ണം കുറഞ്ഞ നൂല് കൊണ്ടാണ് ചെയ്യണത്. ആദ്യം ചെയ്തിട്ടുള്ളത് വണ്ണം കൂടിയ നൂലാണ്. ഇത് റേസ്ഡ് ഫിഷ് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈലാണിത്. കാരണം ഇത് ഒരു 2 ലെയർ പോലെ ആയിട്ടാണ് നിൽക്കുക ബാക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും. തയ്ച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊന്തി നിൽക്കും ഈ ഡിസൈൻ. അപ്പോൾ ഇത് നോക്കുക, നമുക്ക് ലീഫൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചിങ് ആണിത്. നല്ല ഭംഗിയിൽ നമുക്ക് ലീഫുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോക്കുക, നമ്മൾ 4 തരം സ്റ്റിച്ചിങ് ആണ് ഇവിടെ പഠിച്ചത്. ഇനി ഒരു മോഡൽ സ്റ്റിച്ചിങ് കൂടിയും കാണിക്കുന്നുണ്ട്. നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വകഭേദമാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. നമുക്ക് ബുള്ളിയൻ റോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ റോസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ആദ്യം നൂല് ഇതുപോലെ എടുക്കുക താഴ്ത്തുനിന്ന്. നമ്മൾ ബുള്ളിയൻ ത്രെഡിന് ഇതിന് ചെയ്ത അതേ രീതി, ബുള്ളിയൻ സ്റ്റിച്ചിന് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇങ്ങനെ സൂചി കൊണ്ട് വെച്ചിട്ട് നോക്കുക. ഇതിൽ ഈ നൂല് എടുക്കുന്നതിന്റെ ഒരു പ്രത്യേകത നോക്കുക. കണ്ടു, നൂല് ഇങ്ങനെ മറിച്ചെടുക്കണം. കണ്ടു, നൂല് അങ്ങനെ ഇട്ടിട്ട് ഇതിനൊന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം അത് സൂചിയും കൂടെ ഇങ്ങനെ എടുക്കാൻ. കണ്ടു, അപ്പൊ ഒരു കെട്ട് പോലെയാണ് ഇതിട്ട് പോണത് നമ്മൾ.
കണ്ടു. ഇത് നമ്മൾ കെട്ടിട്ട് പോവാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ സ്റ്റിച്ച് കൊണ്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്. നമ്മൾ ബ്ലൗസിന്റെ ലൂപ്പ്, ഹുക്ക് വയ്ക്കുന്ന ലൂപ്പ് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. എങ്ങനെ ചെയ്തു പോവുക. അപ്പൊ നമുക്ക് എത്ര നീളമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇത് എണ്ണിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത്രയാണ് ഇതിൽ കാണിക്കുന്നുള്ളത്. നമുക്ക് ഇതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വേറൊരു വീഡിയോ കാണിക്കുന്നുണ്ട് നെക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അതിനുശേഷം കണ്ട് നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ചിന് ചെയ്ത് അതേപോലെ തന്നെ ആ നൂലിങ്ങോട്ട് പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് മറിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് സ്റ്റിച്ച് ആവും. ബുള്ളിയൻ സ്റ്റിച്ചിങ്ങിന്റെ തന്നെ വേറൊരു വകഭേദമാണിത്. അപ്പോൾ ഇതും ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ പഠിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്, സ്റ്റിച്ചാണ് ഇതെല്ലാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫ്രെയിം വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യുന്ന ഈ ഒരു രീതി ഒന്ന് നിങ്ങൾ നോക്കുക. ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.